അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നൗഫലിൻ്റെ ബേബി എന്ത് ബേബിയാണെന്നാണ് കുറേ പേരുടെ സംശയം. ഗേളാണോ ബോയ് ആണോ? അപ്പോൾ അത് സിനുവിൻ്റെ ആഗ്രഹപ്രകാരം അത് ഗേൾ ബേബി തന്നെയാണ്. അൽഹംദുലില്ലാ. അവരുടെ ഉമ്മാൻ്റെ ആഗ്രഹമായിരുന്നു നൗഫലിൻ്റെ ഒരു ബേബിയെ കാണണമെന്ന്. അവർ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണിപ്പോൾ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഒരു കുട്ടിനെ കാണണം എന്നായിരുന്നു നൗഫലിൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നൗഫൽ അത് സാധിപ്പിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ. ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിച്ചാൽ പടച്ചവൻ വിചാരിക്കണം അത് കൊടുക്കണോ വേണ്ടയോ എന്ന്. അൽഹംദുലില്ലാ, പടച്ചവൻ ആ ഉമ്മാക്ക് ഒരു കുഞ്ഞിക്കാല് കാണിച്ചു കൊടുത്തു. കുട്ടിയെ ഇപ്പോൾ റിന്യൂവൽ ആക്കുന്നതല്ലാന്ന് നൗഫൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ഗ്രൂപ്പുകളിലും സിനു പ്രസവിച്ചു എന്നല്ലാതെ കുട്ടിയെ ബോയ് ഗേൾ ഒന്നും അപ്പം പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ കുട്ടിയെ ഇനി കാണിക്കുന്നത് 40 കഴിഞ്ഞതിന് ശേഷമായിരിക്കും. കൂടുതൽ യൂട്യൂബേഴ്സും ഇന്നലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ, സിനുവിനെയും നൗഫലിനെയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൗഫലിൻ്റെ റിയാക്ഷനൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നൗഫൽ ഇത്ര ജാടയാണോ, എന്താ വർത്താനൊന്നും പറയാത്ത, ഇത്ര അഹങ്കാരിയാണോ എന്നൊക്കെ. ഇന്നലത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നൗഫലിന് അത്രയും വേദനാരഹിതമാണ്. സന്തോഷവും സങ്കടവും ഒരുമിച്ച് വരുത്തുന്ന ഒരു നിമിഷമായിരുന്നു. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ സംസാരിക്കണം, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഫീലിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പം ചിരിയോ ഒന്നും സംസാരിക്കാൻ കൂടുതൽ കയ്യോ ഒന്നും വന്നിരിക്കില്ല. ഇനി ചെല്ലുന്നവർക്കൊക്കെ നൗഫലിൻ്റെ തനി സ്വഭാവം മനസ്സിലാവും. കാരണം അവനിപ്പോൾ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ആ ടെൻഷനിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ, എല്ലാവരുടെ ഭാര്യമാരും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ ഒരു ടെൻഷൻ വേറെ തന്നെയല്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലം ആയിരുന്നു. അതിനാരും കമൻ്റ് അടിക്കുക അത് വെച്ച് വീഡിയോ ചെയ്യുകയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അത് എല്ലാവരുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ നൗഫലിന് കുറേ യൂട്യൂബേഴ്സല്ല, സബ്സ്ക്രൈബേഴ്സ് കഞ്ഞിയായിട്ടും ചോറായിട്ടും പല സാധനങ്ങളായിട്ടും ഹോസ്പിറ്റലിൽ കണ്ടുമുട്ടിയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. അതിനെല്ലാം അള്ളാഹുവിനോട് സ്തുതിക്കുക. ഇനിയും അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് പോകട്ടെ.